ഭഗവാൻ മഹാദേവന്റെയും ഭഗവാൻ വിഘ്നേശ്വരന്റെയും ദർശനത്തിനായുള്ള ഈ മഹായാത്രയിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സ് നിറഞ്ഞ് സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രം. ഈ മഹാക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തിയിട്ടുണ്ടോ? എന്നാൽ ഭഗവാൻ നിങ്ങളെ ദർശനത്തിനായി ഈ ഒരു സമയം വിളിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഒരു മഹാക്ഷേത്രത്തിലേക്ക് എങ്ങനെ ട്രെയിൻ മാർഗം വന്ന് ദർശനം നടത്താൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് ഒന്ന് സഹായിക്കണേ. നമ പാർവതി പതകേ ഹര ഹര മഹാദേവ്. കേരളത്തിൽ നമ്മൾ എവിടെ വേണമെങ്കിലും ആയിക്കോട്ടെ, ട്രെയിൻ മാർഗം നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ അത് കാസർഗോഡാണ് കേട്ടോ. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ക്ഷേത്രത്തിലേക്കുള്ള ദൂരം വെറും 8.3 കിലോമീറ്റർ മാത്രമാണ്. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് കൊല്ലത്ത് നിന്നാണ്. ട്രെയിൻ നമ്പർ 16604 മാവേലി എക്സ്പ്രസിലാണ് നമ്മുടെ യാത്ര. തിരുവനന്തപുരത്ത് നിന്ന് എല്ലാ ദിവസവും രാത്രി 7:25 ആരംഭിച്ച് ആലപ്പുഴ വഴി മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിനാണ് മാവേലി എക്സ്പ്രസ്. ട്രെയിൻ കൊല്ലത്ത് എത്തുന്ന സമയം രാത്രി 8:30 നമ്മൾ സ്ലീപ്പർ ടിക്കറ്റ് ആണ് എടുത്തത്. കൊല്ലത്ത് നിന്ന് കാസർഗോഡ് വരെ ഒരാൾക്ക് സ്ലീപ്പർ ടിക്കറ്റ് ചാർജ് 325 രൂപയാണ്. ഏകദേശം 10 മണിക്കൂറോളം യാത്രയുണ്ട് കൊല്ലത്ത് നിന്ന് കാസർഗോഡ് വരെ. ട്രെയിൻ തൊട്ടടുത്ത ദിവസം രാവിലെ ഒരു 7:15 കാസർഗോഡ് എത്തി കേട്ടോ. ട്രെയിൻ കറക്റ്റ് സമയത്താണ് ഓടുന്നതെങ്കിൽ ഒരു 6:45 7 മണിക്കുള്ളിൽ ട്രെയിൻ കാസർഗോഡ് എത്തുന്നതാണ്. കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ 1 നിന്ന് പുറത്തിറങ്ങുമ്പോൾ വലത് സൈഡിലായിട്ട് നമുക്ക് AC പെയ്ഡ് വെയിറ്റിംഗ് ഹാൾ കാണാൻ സാധിക്കും. മണിക്കൂറിന് 30 രൂപയാണ്. നല്ല ക്ലീൻ ആൻഡ് നീറ്റ് ആണ്. അവിടെ പോയി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1 ക്ലോക്ക് റൂമിൽ പോയി നമ്മുടെ ലഗേജ് ഒക്കെ കൊണ്ടുവച്ചു. 15 രൂപയാണ് ചാർജ് 24 മണിക്കൂറത്തേക്ക് സൂക്ഷിക്കുന്നതിന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ സമയം രാവിലെ 8:15 കഴിഞ്ഞു. ഇനി റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി പുറത്തു വരുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് 10 രൂപ ബസ് ടിക്കറ്റ് എടുത്ത് നേരെ പുതിയ ബസ് സ്റ്റാൻഡ് എത്തണം. നമ്മൾ 8:25 ആയപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്ന് ബസ് കയറി 8:35 ആയപ്പോൾ പുതിയ ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടെ നിന്ന് നമുക്ക് എപ്പോഴും മധൂര് പോകാൻ ബസ് കിട്ടും. അങ്ങനെ 8:40 ആയപ്പോൾ ബസ് കയറി മധൂര് പോകുവാണ്. 15 രൂപയാണ് ക്ഷേത്രത്തിന് മുൻപിൽ വരെ പോകുന്ന ബസ്സിന്. അതായത് ലാസ്റ്റ് സ്റ്റോപ്പ് ക്ഷേത്രമാണ്. അങ്ങനെ കറക്റ്റ് 9:15 ആയപ്പോൾ നമ്മൾ ക്ഷേത്ര സന്നിധിയിലെത്തി. ക്ഷേത്ര ദർശന സമയം എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ രാത്രി 8 മണി വരെയുമാണ് കേട്ടോ. ഭഗവാൻ പരമശിവന്റെ കാമദേവനെ വധിച്ച ശേഷമുള്ള ഉഗ്രഭാവത്തിൽ നിൽക്കുന്ന ഭഗവാനാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വലത്തോട്ട് തുമ്പിക്കൈ നീട്ടിയിരിക്കുന്ന സിദ്ധി വിനായകനുമാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠകൾ. എന്നിരുന്നാലും ഈ മഹാക്ഷേത്രത്തിൽ കൂടുതൽ പ്രസിദ്ധി നമ്മുടെ മഹാഗണപതി ഭഗവാനാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മഹാക്ഷേത്രം കേട്ടോ. അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് ട്രെയിൻ മാർഗം എത്തിച്ചേരേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. തീർച്ചയായും ഭഗവാൻ മഹാദേവന്റെയും വിഘ്നേശ്വരന്റെ ഈ തിരുസന്നിധിയിലെത്തി ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ദർശനം നടത്തണമെന്ന് ഞാൻ പറയുകയാണ്. എല്ലാവർക്കും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹവും സംരക്ഷണയും ദർശനവും എന്നും എപ്പോഴും ഉണ്ടാവട്ടെ.